ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പാർക്കറിൻ്റെ ബേസിക് മോഡലായ വെക്റ്റർ. ഇതിൻ്റെ ആദ്യത്തെ പെന്നാണ്. ആദ്യത്തെ പെന്നെന്ന് പറയുമ്പോൾ നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിച്ച പെൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫൗണ്ടൻ പെൻസ് ഉണ്ടായിരുന്നു. ഹീറോ പെൻസ് ഉണ്ടായിരുന്നു, പിന്നെ പേരറിയാത്ത കുറേ പെൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അമ്മ വാങ്ങി തന്ന പെന്നുണ്ടായിരുന്നു. അതൊക്കെ പോയി ഞാൻ അന്ന് അറിവില്ലായ്മ കൊണ്ട് ചുമ്മാ നശിപ്പിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരുപാടെണ്ണം. അപ്പോൾ ഫൗണ്ടൻ പെൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ടും പിന്നെ നമ്മൾ സ്കൂളിൽ മറ്റേ പെൻ ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ, അങ്ങനെ അത് നശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഫൗണ്ടൻ പെന്നിനെ കുറിച്ചൊക്കെ ഒരു ബോധം വന്നതിന് ശേഷം ഇപ്പം 2014 ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോഴും ചെന്നൈയിലൊരു കടയിൽ ഞാനിതിങ്ങനെ കണ്ടു. ഇങ്ങനെ കണ്ടിട്ട് ഫൗണ്ടൻ പെന്ന് പണ്ട് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പം തന്നെ വില 500 രൂപയ്ക്ക് ഞാനങ്ങ് വാങ്ങിച്ചു. ഇതിനെ കണ്ട ഒരു ഇതിൽ ഞാനങ്ങ് വാങ്ങിച്ചു, എക്സൈറ്റ്മെൻറ്റിൽ വാങ്ങിച്ചു. പക്ഷേ കുറച്ച് കാലം ഇത് വെച്ച് എഴുതി കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ഇത് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെന്നല്ല എന്ന് മനസ്സിലായി. കാരണം ഇതിൻ്റെ നിബ്ബ് തന്നെയാണ്. ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലും വിത്ത് ബ്ലാക്ക് പ്ലാസ്റ്റിക് അപ്പിയറൻസൊക്കെ കണ്ടാൽ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സാധനം എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ നിബ്ബെന്ന് പറയുന്നത് 8ൻ്റെ പണി വരുന്ന സാധനമാണ്. കാരണം ഇത്രയും കാലം ഇപ്പോൾ 2014 വാങ്ങിച്ചിട്ട് ഇപ്പോൾ 26 12 വർഷത്തോളമായി. അപ്പോൾ ഇത്ര കാലം എനിക്ക് ഈ പേന അറിയാം. അപ്പം ഞാനിതിന് ഒരു സ്റ്റുഡൻസിനോ ഒരു ലോങ് റൈറ്റേഴ്സിനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ നിബ്ബ് തന്നെയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു നിബ്ബ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ റീപ്ലേസ് ചെയ്തു നിബ്ബിനെ. രണ്ടാമത്തെ പ്രാവശ്യം ഇത് എഴുതുന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. 2 ദിവസം മര്യാദയ്ക്ക് വെച്ചാൽ എഴുതത്തില്ല. പിന്നെ ഡെയിലി റൈറ്റർ ആണെങ്കിൽ ഇത് നല്ലൊരു നിബ്ബ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചതിന് ശേഷം എന്നും എഴുതിയാൽ മര്യാദയ്ക്ക് നിൽക്കും. പക്ഷേ നമ്മൾ 1-2 ദിവസം എഴുതാതെ വെച്ചിരുന്നാൽ തീർന്നു. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിളായിരിക്കും. കൂടുതൽ നാൾ പോയാൽ പിന്നെ അത് വർക്കാവത്തേയില്ല. അങ്ങനെ നല്ല പണി തരുന്ന ഒരു അടിപൊളി നിബ്ബാണ് ഇത്. പാർക്കർ ആണെങ്കിൽ ഇത് ഫോറിൻ മെയ്ഡ് പാർക്കറൊന്നുമല്ല, ഇത് ഇന്ത്യൻ മെയ്ഡാണ്. ഇന്ത്യൻ മെയ്ഡ് തിരിച്ചറിയാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. ഈ അടപ്പിൽ ഇങ്ങനെ ചെറിയൊരു IIIT എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതിയിരിക്കും. അത് വെച്ച് നമുക്ക് ഇന്ത്യൻ മെയ്ഡാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന്. ഈ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർക്കറിൻ്റെ മാനുഫാക്ചറിങ് ലൈസൻസ് യൂസ് ചെയ്ത് ലക്ഷർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ലക്ഷർ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന പാർക്കറിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം വേസ്റ്റ് ക്വാളിറ്റിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ലക്ഷറിൻ്റെ പാർക്കർ മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട്. 1-2 മാത്രം ഒരുവിധം ഓക്കെ അങ്ങനെ പോകുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല പോകുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാം വൃത്തികെട്ട ക്വാളിറ്റിയാണ്. അതിനേക്കാളും നമ്മുടെ സ്വദേശി പെൻ നമ്മുടെ ഹൈദരാബാദിലൊക്കെ ഉള്ളതും പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ ഹാൻഡ് മെയ്ഡ് പെൻസ് ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള അടിപൊളി പെൻസാണ്. രംഗ പെൻസിൻ്റെ നല്ല ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ നല്ല പെന്നാണ്. അങ്ങനെയൊക്കെ ഉള്ള ഇന്ത്യൻ മെയ്ഡ് പോവുകയാണെങ്കിൽ അതുപോലുള്ള പെൻസ് ഉപയോഗിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതൊരുമാതിരി വൃത്തികെട്ട സാധനമാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ പെന്നായതുകൊണ്ട് ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ചിരുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എടുത്ത് കളഞ്ഞേനെ ഇതിന്, സത്യമായിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് നോക്കാം. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല അടിപൊളി ആരോ ക്ലിപ്പാണ്, സ്ട്രോങ് ആണ് സാധനം. അത്ര പെട്ടെന്നൊന്നും പൊട്ടി പോകത്തില്ല. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, പുറകിലും ഫ്രണ്ടിലുമായിട്ടൊരു പ്ലാസ്റ്റിക് ഉണ്ട്. പാർക്കറിൻ്റെ അവരുടെ സിഗ്നേച്ചർ ഡിസൈനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പെട്ടെന്ന് താഴെ വീണാൽ പൊട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടൊക്കെ കൊണ്ടു നടക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് സിസ്റ്റം വന്നിട്ട് നമ്മുടെ കൺവേർട്ടർ പാർക്കറിൻ്റെ പാർക്കറിൻ്റെ 2 ടൈപ്പ് കൺവേർട്ടറുണ്ട്. ഒന്ന് ഈ സിറിഞ്ച് മെക്കാനിസം ഉള്ളത്, ഇത് 100 രൂപയേ ഉള്ളൂ. ഇത് എല്ലാ സ്റ്റോറിലും കിട്ടത്തില്ല. നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ പ്രീമിയറിലൊക്കെ കിട്ടും 100 രൂപ. പിന്നെ ആമസോണിലും കിട്ടും, ഓൺലൈനായിട്ട് വാങ്ങാൻ 100 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. പിന്നെ വേറൊരു ഇച്ചിരി വില കൂടിയ സാധനമുണ്ട് കൺവെർട്ടർ. ഇങ്ങനെ തിരുക്കി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. അത് ഇച്ചിരി വില കൂടുതലാണ്. അത് ഇവിടെ കിട്ടുമെന്ന കാര്യം എനിക്കറിയത്തില്ല, കിട്ടുമെങ്കിലും ഭയങ്കര വിലയായിരിക്കും.
അപ്പോൾ ഇതാണ് എൻ്റെ കൺവേർട്ടർ സിസ്റ്റം. പിന്നെ ഇച്ചിരി യൂസ് ചെയ്ത പെന്നൊന്ന് കണ്ടാൽ അറിയല്ലേ, ഇച്ചിരി മാർക്കൊക്കെ വീണിട്ടുണ്ട് ഇവിടെ. അപ്പം വേറെ എന്തോ പറയാനായിട്ട്, വേറെ ഇതുപോലെ തന്നെ പാർക്കർ എന്ന് എഴുതിയ ഒരു ഇതൊക്കെ ഇതൊന്നും കണ്ട് ചാടി വിടരുത്. ഇത് അത്ര വലിയ ക്വാളിറ്റി ഉള്ള പേനയൊന്നുമില്ല. പാർക്കർ എപ്പോഴും പറയാനുള്ള, പാർക്കറിൻ്റെ ആയാലും ഏത് പെന്നായാലും ഈ ഒരു 500 രൂപയിലോ അല്ലെങ്കിൽ ഒരു 700 രൂപയിലോ താഴെ കിട്ടുന്ന ഒന്നും വാങ്ങരുത്. കാരണം അത് ഒരുപാട് പണി തരുന്നതാണ്. ഇതുപോലെ വേറെയും പെൻ ബ്രാൻഡ്സിൻ്റെ ഉണ്ട് 120, 140 കിട്ടുന്ന ചീപ്പ് ക്വാളിറ്റി ഫൗണ്ടൻ പെൻ. ഒരിക്കലും ഫൗണ്ടൻ പെൻ പോയി ചീപ്പ് ക്വാളിറ്റി വാങ്ങരുത്. നിബ്ബെല്ലാം ഭയങ്കര ചീപ്പായിരിക്കും. ചീപ്പെന്ന് പറഞ്ഞാൽ എഴുതാനേ പറ്റത്തില്ല. അങ്ങനത്തെ എത്ര നമ്മൾ ട്യൂൺ ചെയ്താലും ക്ലീൻ ചെയ്താലും എഴുതാനേ പറ്റാത്ത ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ അറിയാമെന്നുള്ള ഒരാൾ ട്യൂൺ ചെയ്ത് ഡെയിലി റൈറ്ററായിട്ട് കൊണ്ട് നടന്നാൽ ഓക്കെ ആയിട്ട് പോകും, അത്രയേ ഉള്ളൂ. അല്ല ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഡെയിലി എഴുതുന്ന ഒരാളോ അങ്ങനെ ഒരാൾ വാങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വാങ്ങിച്ചാൽ തലവേദനയാവുന്ന കേസാണ്. ഞാൻ തന്നെ ആദ്യമൊക്കെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ലാത്ത സമയത്താണ് ഇത് വാങ്ങുന്നത്. അപ്പോഴേ ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ കുറച്ച് നാൾ എഴുതിയപ്പം ഇത് പിന്നീട് എൻ്റെ നിബൊന്നും വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് എഴുതുന്നില്ല. പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ മാറ്റിയിട്ട് നിബ്ബൊക്കെ മാറ്റിയിട്ട് പുതിയ നിബ്ബ് കയറ്റി ട്യൂൺ ചെയ്തൊക്കെ വെച്ചിരുന്ന പേനാണ്. പക്ഷേ ഞാൻ കുറേ നാൾ എഴുതാത്തതുകൊണ്ട് വീണ്ടും ഇത് ഇപ്പോൾ ഒരു റൈറ്റിംഗ് സാമ്പിൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ കുഴപ്പം. കുറേ നാൾ ഞാൻ മറ്റ് പല പേനകൾ നേരത്തെ കാണിച്ച് കുറേ നാൾ എഴുതാതെ വെച്ചിരുന്ന പേനകൾ ഞാൻ എടുത്തു വെച്ച് എഴുതുമ്പോൾ വർക്ക് ചെയ്യുന്ന പെൻസുണ്ട്. പക്ഷേ ഇത് ഒരു കാലത്തും എന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു സ്റ്റുഡൻസിന് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ വാങ്ങണമെന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കളക്ഷനായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ വാങ്ങിച്ച് വെച്ചാൽ കൊള്ളാം. പഴയ ഒരു സാധനത്തിൻ്റെ ഇത്രയും വർഷമുള്ള സാധനമല്ലേ. ഇപ്പം ഞാൻ തന്നെ ഇത് 12 വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോൾ വാങ്ങിച്ച പെന്നെന്ന് പറയാനൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ കൊണ്ട് നടക്കുന്നത് തന്നെ. സോ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഇനി ഒരു പെന്നുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.